30 വർഷത്തിലേറെയായി ഒരു അജ്ഞാത റേഡിയോ സിഗ്നൽ ഓരോ 22 മിനിറ്റിലും ഭൂമിയിലെത്തുന്നതായ ശാസ്ത്രലോകത്തിന്റെ സുപ്രധാനമായ കണ്ടെത്തലിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് മനുഷ്യർ. 2020 നതാഷ വാക്കർ എന്ന ശാസ്ത്രജ്ഞയാണ് ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തുന്നത്. GPM J1839-10 എന്നാണ് ശാസ്ത്രലോകം ഇതിന് നൽകിയിരിക്കുന്ന പേര്. എന്നാൽ എളുപ്പത്തിനു വേണ്ടി 22 മിനിറ്റ് സിഗ്നൽ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 5 മിനിറ്റാണ് ഈ റേഡിയോ സിഗ്നലുകളുടെ ദൈർഘ്യം. ഭൂമിയിൽ നിന്ന് ഏകദേശം 15,000 പ്രകാശവർഷം അകലെ നിന്നാണ് ഈ സിഗ്നലുകൾ എത്തുന്നത്. അതുമാത്രമല്ല, ഈ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന വസ്തു സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ഗാലക്സിയിൽ തന്നെയാണ്. ഓരോ 22 മിനിറ്റിലും ലഭിക്കുന്ന ഈയൊരു റേഡിയോ സിഗ്നലുകളുടെ സ്ട്രെങ്ത് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. പല സമയത്തും കാര്യമായ വ്യത്യാസം കാണുക മാത്രമല്ല, ചില സമയങ്ങളിൽ അവ തീർത്തും ലഭിക്കാതെയും വന്നിട്ടുണ്ട്. റേഡിയോ ടെലിസ്കോപ്പുകൾ വെച്ചാണ് ഈ സിഗ്നൽ തിരിച്ചറിഞ്ഞത്. 1988 മുതൽ പല റേഡിയോ സിഗ്നലുകളിലും ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ ജെയിന്റ് മീറ്റർ വേവ് റേഡിയോസ്കോപ്പിലും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നോർമൽ ടെലിസ്കോപ്പുകൾ വെച്ച് ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ഹബിൾ ടെലിസ്കോപ്പ്, ഇൻഫ്രാറെഡ്, ഗാമ റേസ് തുടങ്ങിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അതായത്, ഇത്തരം സിഗ്നലുകൾ ലഭ്യമാകുന്ന ഒരു നാച്ചുറൽ സോഴ്സും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം, ഒന്നുകിൽ വിസിബിൾ പ്രകാശം പുറപ്പെടുവിപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുവല്ല ഇത്തരത്തിലുള്ള അജ്ഞാത റേഡിയോ സിഗ്നലുകൾ അയക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഇത്തരം ടെലിസ്കോപ്പുകൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതിനേക്കാൾ ചെറുതാകാം ആ വസ്തു എന്നതുമാകാം. സാധാരണയായി ഇത്തരം റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിപ്പിക്കുന്നത് ന്യൂട്രോൺ സ്റ്റാറുകളോ വൈറ്റ് ദ്വാർഫോ ആയിരിക്കണം. എന്നാൽ ഈ അജ്ഞാത റേഡിയോ സിഗ്നലുകൾക്ക് പിന്നിൽ മുകളിൽ പറഞ്ഞ രണ്ടുമല്ല കാരണം. മാത്രമല്ല, മാഗ്നെറ്റാർ ആകാം ഇതിനു പിന്നിൽ എന്ന വിലയിരുത്തലിലും നിലവിൽ ശാസ്ത്രലോകം എത്തിയിട്ടുണ്ട്. എന്നാൽ പൾസറുകളെ അപേക്ഷിച്ച് 1000 മടങ്ങ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറുകൾക്കുണ്ട്. ഇതിന്റെ കറക്കത്തിന്റെ സ്പീഡ് മാത്രമല്ല, ആന്തരികമായ കാരണങ്ങളും ഇവയുടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാണ്. അപ്പോൾ അത് പതുക്കെ കറങ്ങിയാൽ കൂടെയും അവയ്ക്ക് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡും അതുമൂലം വരുന്ന റേഡിയോ സിഗ്നലുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാഗ്നെറ്റാറുകളാകാം ഈ അജ്ഞാത റേഡിയോ സിഗ്നലുകൾക്ക് കാരണമെന്നാണ് നിലവിലെ നിഗമനം. അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സോഴ്സിൽ നിന്നാകാം ഇത് എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സിഗ്നലുകളെ പറ്റിയുള്ള നിഗൂഢത മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.